ഈശോമിശിഹായിക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. മാർത്തോമ നസ്രാണി ചരിത്രം 3-ാം ഭാഗം. ഈശോമിശിഹായിൽ സ്നേഹമുള്ളവരെ, മാർത്തോമ നസ്രാണി ചരിത്ര പഠന പരമ്പരയിൽ ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് നമ്മുടെ സവിശേഷമായ മാർത്തോമ മാർഗം അഥവാ തോമായുടെ നിയമത്തെക്കുറിച്ചാണ്. മാർത്തോമ നസ്രാണികളുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പ്രത്യേകമായ സഭാ ജീവിത ശൈലിയെയാണ് മാർത്തോമ മാർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ പൂർവികർ വളരെ പവിത്രമായിട്ടാണ് മാർത്തോമ മാർഗത്തെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത്. തങ്ങൾ പരിപാവനമായി കരുതിയിരുന്ന ഈ സഭാജീവിത ശൈലിയെ ആരുടെ മുമ്പിലും അടിയറവ് വയ്ക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. വളരെയധികം സവിശേഷതകൾ നിറഞ്ഞതാണ് നമ്മുടെ തനിമയാർന്ന മാർത്തോമ മാർഗം. ഈ മാർഗത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായി നാം പഠിക്കുന്നത് മാർത്തോമ മാർഗത്തിൻ്റെ ഭരണപരമായ പ്രത്യേകതകളെക്കുറിച്ചാണ്. ഒന്നാമതായി, സ്വയംഭരണാവകാശം. മാർത്തോമ നസ്രാണി സഭ ആരംഭം മുതൽ തന്നെ ഒരു സ്വയംഭരണാവകാശ സഭയായിരുന്നു. ഭരണപരമായ രംഗത്ത് മറ്റാരുടെയും ആദിശത്വം നാം അനുവദിച്ചിരുന്നില്ല എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണല്ലോ. നമ്മുടെ ആരാധനക്രമ കുടുംബത്തലവനായ കൽദായ പാത്രിയാർക്കീസിനാൽ നിയമിക്കപ്പെടുന്ന മെത്രാപ്പോലീത്ത ആയിരുന്നു മാർത്തോമ നസ്രാണികൾക്ക് ആത്മീയവും ആരാധനാക്രമവുമായ നേതൃത്വം നൽകിയിരുന്നത്. കൽദായ പാത്രിയാർക്കീസിനാൽ നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മെത്രാപ്പൊലീത്തായുടെ മേൽ ആർക്കും കാര്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പൊലീത്തായും കവാടവുമെന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. കവാടം എന്ന വാക്ക് ഇന്ത്യ മുഴുവനിലും അദ്ദേഹത്തിനുള്ള പരമാധികാരത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇത്തരുണത്തിൽ 2017 ഒക്ടോബറിൽ പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പിന് ഇന്ത്യ മുഴുവനിലുള്ള അജപാലനാധികാരം പുനഃസ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ നമുക്കില്ലാതിരുന്ന ഒന്ന് പുതിയതായി നൽകുകയല്ല ഇവിടെ ചെയ്തത്. നേരെ മറിച്ച് നമുക്കുണ്ടായിരുന്നതും 1599 ഉദയംപേരൂർ അനധികൃത സൂനകദോസ് നമ്മിൽ നിന്ന് നീതിരഹിതമായി തട്ടിയെടുത്തതുമായ ഈ അവകാശം പുനഃസ്ഥാപിക്കുക മാത്രമാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു തെറ്റുതിരുത്തൽ. ഇന്നത്തെ സാഹചര്യത്തിൽ മാർത്തോമ നസ്രാണികൾ ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ പിതാവിന്, അതായത് സഭാതലവന്, ലോകം മുഴുവൻ അജപാലനാധികാരം ലഭിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിലൂടെ ഈശോമിശിഹ അരുളി ചെയ്തവ നിറവേറ്റപ്പെടുകയുള്ളൂ. ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, നമ്മുടെ സഭയുടെ പിതാവും തലവനും പാത്രിയാർക്കീസ് എന്ന് വിളിക്കപ്പെടേണ്ടതുമാണ്. ഇത് നമ്മുടെ മാർത്തോമ നസ്രാണി സഭയുടെ അവകാശമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു. രണ്ടാമതായി, ആർച്ച് ഡീക്കൻ സ്ഥാനം. മാർത്തോമ നസ്രാണി സഭയിൽ വളരെ പ്രാചീന കാലം മുതൽ തന്നെ ജാതിക്ക് കർത്തവ്യനും ഭരണകർത്താവുമായി ആർച്ച് ഡീക്കന്മാർ ഉണ്ടായിരുന്നു. കൽദായ പാത്രിയാർക്കീസിനാൽ നിയമിക്കപ്പെടുന്ന താപസന്മാരായിരുന്നുവല്ലോ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മെത്രാപ്പൊലീത്ത. ഇദ്ദേഹം പ്രധാനമായും സഭയുടെ ആധ്യാത്മിക കാര്യങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. ഭരണത്തിൻ്റെ നൂലാമാലകളിൽ അവർ ഒരിക്കലും ഉൾപ്പെട്ടിരുന്നില്ല. ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്ന ശ്ലീഹന്മാരുടെ മാതൃക അവരിൽ സജീവമായിരുന്നു. ഇപ്രകാരം മെത്രാപ്പൊലീത്ത സഭാസമൂഹത്തിന് ആത്മീയ നേതൃത്വം നൽകിയപ്പോൾ ഭരണപരമായ നേതൃത്വം വഹിച്ചിരുന്നത് ആർച്ച് ഡീക്കനാണ്. മാർത്തോമ നസ്രാണികളുടെ യഥാർത്ഥ നേതാവ് ആർച്ച് ഡീക്കനായിരുന്നു. നമ്മുടെ സഭയുടെ മതപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ സമസ്ത മേഖലകളിലും ആർച്ച് ഡീക്കന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു.
അവിഭാഗിതരായ വൈദികരിൽ നിന്നാണ് ആർച്ച് ഡീക്കനെ തിരഞ്ഞെടുത്തിരുന്നത്. മാർത്തോമാ നസ്രാണി സഭയിൽ 16-ാം നൂറ്റാണ്ട് വരെ വിവാഹിതരായ വൈദികരും അവിഭാഗിതരായ വൈദികരും ഉണ്ടായിരുന്നു. മെത്രാൻ പട്ടത്തിന് തൊട്ടു താഴെയുള്ള ഒരു പദവിയായിട്ടാണ് ആർച്ച് ഡീക്കൻ സ്ഥാനം കരുതപ്പെട്ടിരുന്നത്. ഒരു പ്രത്യേക പ്രതിഷ്ഠാകർമ്മം വഴിയാണ് ആർച്ച് ഡീക്കനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിയിരുന്നത്. ഒരിക്കൽ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടാൽ അത് ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതായിരുന്നു. സഭാതലവനായ മെത്രാപ്പൊലീത്തായുടെ അഭാവത്തിൽ മെത്രാനെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നത് ആർച്ച് ഡീക്കനാണ്. മദ്ബഹ വെഞ്ചരിക്കുന്നതിനുള്ള അധികാരം വരെ ആർച്ച് ഡീക്കന് ഉണ്ടായിരുന്നു. പുതിയ മെത്രാപ്പൊലീത്ത നിയമിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നതും സ്ഥാനാരോഹണം നടത്തിയിരുന്നതും ആർച്ച് ഡീക്കൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു. മാർത്തോമാ നസ്രാണികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്ന ആർച്ച് ഡീക്കൻ സഭയുടെ ഭരണരംഗത്ത് ഒരു പരമാധികാരി തന്നെ ആയിരുന്നു. അന്ന് മാർത്തോമാ നസ്രാണികൾക്ക് സ്വന്തമായി വലിയ സൈന്യമുണ്ടായിരുന്നു. പ്രസ്തുത സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ കൂടിയായിരുന്നു ആർച്ച് ഡീക്കൻ. അതിനാൽ കേരളത്തിലെ നാട്ടുരാജാക്കന്മാരുടെ ഇടയിലും കേരളത്തിൻ്റെ പൊതുവായ സാമൂഹിക രംഗത്തും ആർച്ച് ഡീക്കന് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. മാർത്തോമാ നസ്രാണികൾക്ക് സ്വന്തമായി ഒരു രാജാവും രാജ്യവംശവും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ചുരുക്കത്തിൽ ഇന്ത്യ മുഴുവൻ്റെയും ആർച്ച് ഡീക്കൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ ആർച്ച് ഡീക്കൻ പദവി മാർത്തോമാ നസ്രാണി സഭയെ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നിലനിർത്തിയിരുന്നുവെന്ന് പറയാം. പള്ളിയോഗങ്ങളും പ്രാദേശിക പള്ളിയോഗങ്ങളും മാർത്തോമാ നസ്രാണികളുടെ ഭരണപരമായ മൂന്നാമത്തെ പ്രത്യേകതയായിരുന്നു പള്ളിയോഗങ്ങളും പ്രാദേശിക പള്ളിയോഗങ്ങളും. പള്ളിയുടെ അഥവാ ഒരിടവകയുടെ ഭരണം നടത്തിയിരുന്നത് പള്ളിയോഗമാണ്. ഓരോ പള്ളിയിലെയും കുടുംബത്തലവന്മാരും തദ്ദേശീയ വൈദികരും ഉൾപ്പെട്ട ഒരു യോഗമാണ് പള്ളിയോഗമെന്ന് അറിയപ്പെട്ടിരുന്നത്. ഓരോ പള്ളിയിലെയും വൈദികരിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് പള്ളിയോഗത്തിൻ്റെ അധ്യക്ഷൻ. ഈ പള്ളിയോഗമാണ് പള്ളിയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളുടെയും നേതൃത്വം വഹിച്ചിരുന്നതും തീരുമാനങ്ങൾ എടുത്തിരുന്നതും. വൈദികാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നത് പള്ളിയോഗമാണ്. മാത്രമല്ല, പള്ളിയോഗത്തിൻ്റെ സമ്മതപ്രകാരമാണ് മെത്രാൻ ഒരാൾക്ക് വൈദിക പട്ടം നൽകിയിരുന്നത്. പരസ്യഭാവികളെ താൽക്കാലികമായി സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരവും പള്ളിയോഗത്തിന് ഉണ്ടായിരുന്നു. ആത്മായ പങ്കാളിത്തത്തിൻ്റെ മക്കിടോദാഹരണമായിരുന്നു പള്ളിയോഗം. സഭ ദൈവജനമാണെന്ന അടിസ്ഥാന തത്വവും സഭാഭരണത്തിലുള്ള കൂട്ടുത്തരവാദിത്വവും പള്ളിയോഗം പ്രസ്പഷ്ടമാക്കിയിരുന്നു. വിദേശ മിഷണറിമാർ വളരെ മതിപ്പോടുകൂടിയാണ് മാർത്തോമാ നസ്രാണികളുടെ പള്ളിയോഗത്തെ വിലയിരുത്തിയിരുന്നത്. പല പള്ളികൾ ചേർന്നുള്ള പൊതുയോഗത്തിനാണ് പ്രാദേശിക പള്ളിയോഗം എന്ന് പറയുന്നത്. പ്രാദേശിക താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി പല പള്ളികളുടെയും പ്രതിപുരുഷന്മാർ ഒരുമിച്ചുകൂടി തീരുമാനം എടുത്തിരുന്നു. പൊതു താല്പര്യമുള്ള കാര്യങ്ങൾ എല്ലാ പള്ളികളും ഒരുമിച്ചുകൂടിയാണ് തീരുമാനിച്ചിരുന്നത്. കേരളത്തിലെ മറ്റു ചില നസ്രാണി സമൂഹങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈ സമ്പ്രദായം തുടരുന്നുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയിൽ ലത്തീൻ മേൽക്കോയ്മ മൂലം 18-ാം നൂറ്റാണ്ടോടുകൂടി ഇത് ഉപേക്ഷിക്കേണ്ടി വന്നു. മാർത്തോമാ നസ്രാണികളുടെ മേൽ പ്രസ്താവിച്ച രീതിയിലുള്ള ഭരണക്രമം ആർഷഭാരത സംസ്കാരത്തോട് വളരെയേറെ ചേർന്ന് പോകുന്നതായിരുന്നു. മാത്രമല്ല, നമ്മുടെ ആർച്ച് ഡീക്കൻ സ്ഥാനവും പള്ളിയോഗവുമൊക്കെ ഭാരത സംസ്കാരത്തിനെന്ന പോലെ ആദിമ സഭാ പാരമ്പര്യത്തിനും ആചാര്യത്തിനും യോജിച്ച രീതിയിലുള്ളതുമായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുവാൻ ആഗ്രഹിച്ച പാരിഷ് കൗൺസിലിനേക്കാളും അതിൻ്റെ ചുവട് പിടിച്ച് നടപ്പിലാക്കിയ പാസ്റ്ററൽ കൗൺസിലിനേക്കാളുമൊക്കെ എത്രയോ മെച്ചപ്പെട്ട സംവിധാനമായിരുന്നു നമ്മുടെ പൂർവികർ പള്ളിയോഗം എന്ന പേരിൽ നടപ്പിലാക്കിയിരുന്നത്. ഇത് മാർത്തോമാ നസ്രാണി സഭയ്ക്ക് എന്നും അഭിമാനാർഹമാണ്. യഥാർത്ഥത്തിൽ പള്ളിയോഗവും പ്രാദേശിക പള്ളിയോഗവുമൊക്കെ നമ്മുടെ സഭയിൽ പുനർജീവിപ്പിക്കേണ്ടതാണ്. ഇതിനുള്ള അവകാശവും കടമയും സഭാമക്കൾക്കുണ്ട്. എന്നാൽ സ്വന്തം സഭാപൈതൃകത്തിൻ്റെ മഹത്വമറിയാതെ നമ്മളിന്നും അന്ധമായ പാശ്ചാത്യ അനുരൂപണത്തിൻ്റെ പിന്നാലെ പായുകയാണ്. 1990 ഒക്ടോബർ 18 റോമിൽ വെച്ച് പൗരസ്ത്യ കത്തോലിക്ക സഭകൾക്കു വേണ്ടി വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ
പ്രശസ്തപ്പെടുത്തിയ കാനൻ നിയമ സംഹിത CCEO അതിൻ്റെ ആമുഖ നിർദ്ദേശത്തിൽ പൗരസ്ത്യ സഭാപൈതൃകം ആരാധനക്രമത്തിലെ പോലെ ഓരോ സഭയുടെയും പുരാതന ഭരണക്രമത്തിലും പുനരുദ്ധരിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നമ്മെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായും സഭയോടൊത്ത് ചിന്തിക്കുന്ന നസ്രാണി സഭാതനയർക്ക് ഇത് ഒരു കാലോചിത പ്രവാചക ദൗത്യമാണെന്നതിൽ സംശയമില്ല. മാർത്തോമ നസ്രാണി സഭയുടെ മാത്രം പ്രത്യേകതയായിരുന്ന ഈ ഭരണക്രമത്തെ ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് എന്നാണ് വിദേശികൾ വിശേഷിപ്പിച്ചിരുന്നത്. സവിശേഷവും പൗരാണികവുമായ നമ്മുടെ സഭാഭരണക്രമം പുനഃസ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.